മദർ സിസ്റ്റർ റിക്കാർഡോ ബ്യൂഷപ്പ് ഹാബ്രോയെ ധന്യപദവിയിലേക്ക് ഉയർത്തി. ഇക്കഴിഞ്ഞ ജനുവരി 27-ന് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് സിസ്റ്റർ റിക്കാർഡോ ബ്യൂഷാപ്പിൻ്റെ വീരോചിതമായ പുണ്യങ്ങൾ അംഗീകരിച്ച് വണക്കത്തിന് യോഗ്യയായി ധന്യപദവിയിലേക്ക് ഉയർത്തിയത്. ആംഗ്ലിക്കൻ കുടുംബത്തിൽ ജനിച്ച് വിശുദ്ധ പദവിയിലേക്ക് അടുക്കുന്ന വ്യക്തി എന്ന വിശേഷണം കൂടി സിസ്റ്റർ റിക്കാർഡയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആരാണ് മദർ സിസ്റ്റർ റിക്കാർഡ? 1887 സെപ്റ്റംബർ മാസം 10-ാം തീയതി ലണ്ടനിലെ ആംഗ്ലിക്കൻ കുടുംബത്തിലായിരുന്നു റിക്കാർഡയുടെ ജനനം. വൈകാതെ അവരുടെ കുടുംബം കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. ഒരു കത്തോലിക്ക സ്കൂളിൽ പഠിച്ച അവൾക്ക് സന്യാസ സമൂഹത്തിൽ ചേരാൻ ചെറുപ്പം മുതൽ തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. അവളുടെ ആത്മീയ ഗുരു വിശുദ്ധ എലിസബത്ത് ഹെസൽബ്ലാഡിൻ്റെ അടുത്തേക്ക് റിക്കാർഡയെ അയച്ചു. ഓർഡർ ഓഫ് ദി മോസ്റ്റ് ഹോളി സേവിയർ സന്യാസ സമൂഹത്തിൻ്റെ നവീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു വിശുദ്ധ എലിസബത്ത്. 1914 വിശുദ്ധ എലിസബത്തിനൊപ്പം ഇറ്റലിയിലേക്ക് പോയ റിക്കാർഡ ആ വർഷം തന്നെ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. 1918 നിത്യവ്രത വാഗ്ദാനം നടത്തി. വർഷങ്ങളോളം അവൾ വിശുദ്ധ എലിസബത്തിനൊപ്പം പുതിയ കമ്മ്യൂണിറ്റികൾ കണ്ടെത്തുന്നതിനായി യാത്ര ചെയ്തു. റോം കേന്ദ്രമാക്കി ആരംഭിച്ച സന്യാസ സമൂഹത്തിന് വിവിധയിടങ്ങളിൽ നിരവധി കമ്മ്യൂണിറ്റികൾ സ്ഥാപിക്കുവാൻ അവൾ സഹായിച്ചു. 2-ാം ലോക മഹായുദ്ധ സമയത്ത് യഹൂദരെ വേട്ടയാടിക്കൊണ്ടിരുന്ന കാലയളവിൽ മുന്നിലുണ്ടായിരുന്ന നിരവധി വെല്ലുവിളികളെ അവഗണിച്ച് അവരെ സഹായിക്കുവാൻ സിസ്റ്റർ റിക്കാർഡ തീരുമാനിച്ചു. ജീവൻ പണയം വെച്ച് തൻ്റെ കോൺവെന്റിൽ നിരവധി യഹൂദർക്ക് സിസ്റ്റർ അഭയം നൽകി. സിസ്റ്റർ മരിയ റിക്കാർഡയുടെ കോൺവെന്റ് യഹൂദ കുടുംബങ്ങളുടെ അഭയ കേന്ദ്രമായി മാറി. ആ കാലയളവിൽ നിരവധി യഹൂദരുടെ ജീവൻ സംരക്ഷിക്കുവാൻ സിസ്റ്ററിന് കഴിഞ്ഞു. ദിവ്യകാരുണ്യത്തോട് അഗാധമായ ഭക്തി പുലർത്തിയ സിസ്റ്റർ വിശുദ്ധ എലിസബത്തിൻ്റെ മരണശേഷം സന്യാസ സമൂഹത്തിൻ്റെ മേലധികാരിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ശേഷം 1964 നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുകയുമായിരുന്നു.